ഒക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മുൻപ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് എങ്ങനെ 1 കോടി രൂപ നേടാം എന്നതിനെ കുറിച്ചായിരുന്നു വീഡിയോ. ഞാൻ ആ വീഡിയോ ഇട്ടപ്പോൾ പലപ്പോഴും പല ആളുകളും അതിന്റെ താഴെ വന്നിട്ട് ഒരുപാട് കമന്റ് ചെയ്തിരുന്നു. എന്താ പറയാ, എങ്ങനെ നേടും, അല്ലെങ്കിൽ നീ ആദ്യം നേട്, അതൊന്നും നടക്കുന്ന കാര്യമല്ല. അങ്ങനെ പല രീതിയിൽ പല ആളുകളും കമന്റ് ഇട്ടിരുന്നു. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. കാരണം അതിന് ഒരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടൊരു വിവാദം നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണുന്നവരാ. അതായത് നമ്മളൊരു നൃത്ത പരിപാടി ഉണ്ടായി. അതായത് 12,000 പേര് വെച്ചിട്ടാണ് നൃത്ത പരിപാടി നടത്തിയത്. അതിൽ ഏറ്റവും ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു. സാരിക്ക് ഏകദേശം 390 രൂപയ്ക്കാണ് കല്യാൺ സിൽക്സ് ഇവർക്ക് സാരി കൊടുത്തതെന്നാണ് പറയുന്നത്. ഇവരത് 1,600 രൂപയ്ക്കാണ് ഓരോ ആളുകൾക്കും കൊടുത്തത്. അതായത് ഒരാളിൽ നിന്ന് ഏകദേശം 1,300ൻ്റെ അടുത്തൊക്കെ പ്രോഫിറ്റ് ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നതല്ല, ഇത് മീഡിയാസിലൊക്കെ ഉള്ളതാണ്, വാർത്താ ചാനലിലൊക്കെ പറയുന്നതാണ്. എന്നിരുന്നാലും നമ്മൾ അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അതായത് അവർ ഒരു ദിവസം കൊണ്ടാണ് 1,50,60,00,000 രൂപ ഉണ്ടാക്കിയെന്നാണ് മീഡിയ പറയുന്നത്. അതായത് ഒരു ദിവസം കൊണ്ട് 1 കോടി രൂപ അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. അതായത് അവർ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്, ഇതിന് ഫുൾ നെഗറ്റീവാണ്, അത് വേറെ കാര്യം. ഇപ്പോൾ ഒരാളുകളെ പറ്റിക്കുന്നതൊക്കെ വലിയ വിലക്ക് വിറ്റ് ആളുകളെ പറ്റിക്കുന്നത് മോശം പരിപാടി തന്നെയാണ്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, ഒരു പ്രൊഡക്റ്റ് 12,000 പേർക്ക് വിറ്റിട്ട് കോടി കോടീശ്വരന് ആകാം എന്നുള്ള ഒരു സംഭവം ഇതിലുണ്ട്. ഇതിൽ തന്നെ നിങ്ങളിപ്പോൾ വലിയ എമൗണ്ട് പ്രോഫിറ്റ് എടുത്തിട്ട് സാധനം വിൽക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ 12,000 പേർക്ക് 24,000 പേർക്ക് വിൽക്കാം. കാരണം കേരളത്തിൽ ഏകദേശം 3 കോടി ജനങ്ങളുണ്ട്, ഇന്ത്യയിൽ 101 കോടിയോളം ജനങ്ങളുണ്ട്. ഒരു പ്രൊഡക്റ്റ് 12,000 പേർക്ക് അല്ലെങ്കിൽ 27,000 പേർക്ക് വിൽക്കുക എന്നുള്ളത് വലിയ സംഭവം ഒന്നുമല്ല. അതിപ്പോൾ ഓൺലൈൻ മേഖലയാണ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല ഇത് നോക്കിയാൽ അറിയാൻ മനസ്സിലാവും. അതായത് എഡ്യൂക്കേഷൻ്റെയൊക്കെ പല ആപ്പുകൾ, അവരൊക്കെ എന്താ വെച്ചാൽ ഓരോ കോഴ്സുകൾ എത്ര വിദ്യാർത്ഥികൾക്ക് വിൽക്കുന്നത് അറിയും. അപ്പോൾ അതുവഴിക്ക് അവർ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുന്നത്. അതായത് 12,000 25,000-നൊക്കെ ഓരോ കോഴ്സും വിറ്റുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ലോ എന്തെങ്കിലും കഴിവോ ഉണ്ടെങ്കിൽ അത്യാവശ്യം വിൽക്കാൻ പറ്റും, നല്ല വിലക്കൊക്കെ പറ്റുന്ന സ്കില്ലാവണല്ലോ. വെറുതെ എന്തെങ്കിലും സ്കിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ല പ്രോഫിറ്റബിൾ ആയ സ്കില്ലോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെല്ല് ചെയ്ത് അത് ഇത്ര ആളിലേക്ക് സെല്ല് ചെയ്യും. ഇപ്പോൾ ഓൺലൈനായിട്ട് സെല്ല് ചെയ്യാൻ വളരെ സിമ്പിളായ കാര്യം. കാരണം ഇൻ്റർനെറ്റ് എല്ലാം വളരെ സ്പീഡ്, മറ്റ് എല്ലാം കൊണ്ടും ഇപ്പോൾ അന്തരീക്ഷം വളരെ സുഖമാണ്. കാരണം ഡെലിവറി ആണെങ്കിലും ഒക്കെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് പരിശ്രമിച്ചാൽ മതി. നിങ്ങളെ പ്രൊഡക്റ്റ് സാധനം എന്തെങ്കിലും നല്ലൊരു പ്രോഫിറ്റിൽ ഒരു സാധനം മറ്റുള്ളവർക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ 1 കോടി രൂപയ്ക്ക് നേടാൻ സാധിക്കും. പക്ഷെ നമ്മളതിന് പരിശ്രമിക്കണം എന്നാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ദിവ്യണ്ണ മറ്റേ അവർ കേസ് പറഞ്ഞ സാരിയുടെ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തതിനെ കുറിച്ച് അല്ല ഞാൻ പറയുന്നത്, അതിലെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്കില്ലും പ്രൊഡക്റ്റും ഒന്നുമില്ല, ഇതിനെ കണ്ടെത്തുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും കാണാം. അപ്പോൾ ബൈ ബൈ.